നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ പുറത്തുനിന്നുള്ള കറണ്ട് ഉപയോഗിച്ച് സ്വയം നടക്കാത്ത ഒരു റിയാക്ഷൻ നടത്താം. ഇതിന് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നു. കാഥോഡിൽ അയോണുകൾ ഇലക്ട്രോൺ സ്വീകരിച്ച് മെറ്റൽ ആകുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ഇതിന്റെ ഒരു ഉപയോഗം നമ്മൾ കണ്ടത് കോപ്പർ റിഫൈനിംഗ് ആണ്. അശുദ്ധമായ കോപ്പർ ആനോഡായി വയ്ക്കുന്നു. അത് അലിഞ്ഞ് കോപ്പർ 2+ അയോണുകൾ ആകുന്നു. ശുദ്ധമായ കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ആകുന്നു. ചില മെറ്റലുകൾ ഇലക്ട്രോലിസിസ് വഴിയാണ് ഉണ്ടാക്കുന്നത്. സോഡിയവും മഗ്നീഷ്യവും അവയുടെ മോൾട്ടൺ ക്ലോറൈഡുകളിൽ നിന്ന് കിട്ടുന്നു. അലൂമിനിയം ഓക്സൈഡ് ക്രയോലൈറ്റിനൊപ്പം മോൾട്ടൺ ആക്കി ഇലക്ട്രോലിസിസ് ചെയ്താണ് കിട്ടുന്നത്. ഇവിടെ ഒരു പ്രായോഗിക ചോദ്യം വരുന്നു. ഒരു നിശ്ചിത അളവ് കറണ്ട് കടത്തിവിട്ടാൽ എത്ര മെറ്റൽ കിട്ടുമെന്നതാണ് ആ ചോദ്യം. ഇതിനാണ് ഫാരഡെ ഉത്തരം നൽകിയത്. ഫാരഡെ കണ്ടെത്തിയ ആദ്യത്തെ കാര്യം ലളിതമാണ്. കൂടുതൽ കറണ്ട് കടത്തിവിട്ടാൽ കൂടുതൽ മെറ്റൽ ഡെപ്പോസിറ്റ് ആകും. ഉണ്ടാകുന്ന റിയാക്ഷന്റെ അളവ് കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവിന് നേരിട്ട് ആനുപാതികമാണ്. ഫാരഡെയുടെ ഒന്നാം നിയമത്തിന്റെ കൃത്യമായ നിർവചനം ഇതാണ്. Faraday's first law: the amount of chemical reaction that occurs at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. അപ്പോൾ കടത്തിവിട്ട ഇലക്ട്രിസിറ്റിയുടെ അളവ് എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം. അതിന്റെ പേര് ചാർജ്. ചാർജ് സമം കറണ്ട് ഗുണം ടൈം. കറണ്ട് അളക്കുന്നത് ആംബിയറിൽ, ടൈം സെക്കൻഡിൽ. അപ്പോൾ ചാർജ് കിട്ടുന്നത് കൂളോം എന്ന യൂണിറ്റിൽ. ഒരു ആംബിയർ കറണ്ട് ഒരു സെക്കൻഡ് ഒഴുകിയാൽ ഒരു കൂളോം ചാർജ്. ഇപ്പോൾ ചാർജിനെ അയോണുകളുമായി ബന്ധിപ്പിക്കാം. ഒരു അയോൺ മെറ്റൽ ആകാൻ ഒരു നിശ്ചിത എണ്ണം ഇലക്ട്രോൺ വേണം. ഉദാഹരണത്തിന് സിൽവർ പ്ലസിന് ഒരു ഇലക്ട്രോൺ, കോപ്പർ 2+ന് 2 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് വളരെ ചെറുതാണ്, 1.602 ഗുണം 10ന്റെ -19 പവർ കൂളോം. പക്ഷേ നമ്മൾ എണ്ണുന്നത് ഒറ്റ ഇലക്ട്രോൺ അല്ല, ഒരു മോൾ ഇലക്ട്രോണാണ്. ഒരു മോൾ എന്നാൽ അവഗാഡ്രോ സംഖ്യ 6.02 ഗുണം 10ന്റെ 23 പവർ. ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് കിട്ടും. അത് ഏകദേശം 96487 കൂളോം. അളവിന് ഫാരഡെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ചിഹ്നം പു. The charge on 1 mole of electrons is the Faraday constant. Pu equals I times E equals 96487 a mole, 96500 a mole. ഒരു മോൾ മെറ്റൽ ഉണ്ടാക്കാൻ എത്ര ഫാരഡെ വേണം എന്ന് ഇലക്ട്രോഡ് റിയാക്ഷൻ പറഞ്ഞുതരും. ഒരു മോൾ സിൽവർ പ്ലസിന് ഒരു മോൾ ഇലക്ട്രോൺ മതി, അതായത് ഒരു ഫാരഡെ. കോപ്പർ 2+ന് 2 ഇലക്ട്രോൺ വേണം, അതുകൊണ്ട് ഒരു മോൾ കോപ്പറിന് 2 ഫാരഡെ. മഗ്നീഷ്യം 2+നും 2 ഫാരഡെ. അലൂമിനിയം 3+ന് 3 ഇലക്ട്രോൺ വേണം, അതുകൊണ്ട് 3 ഫാരഡെ. ഇനി ഒരേ അളവ് ഇലക്ട്രിസിറ്റി 2 വ്യത്യസ്ത സെല്ലുകളിലൂടെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓരോ മെറ്റലിനും വേണ്ട ഇലക്ട്രോണിന്റെ എണ്ണം വ്യത്യസ്തമായതുകൊണ്ട് കിട്ടുന്ന മാസും വ്യത്യസ്തമായിരിക്കും. ഒരു ഫാരഡെ ചാർജ് കൊണ്ട് ഒരു മോൾ സിൽവർ, അതായത് 108 ഗ്രാം കിട്ടും. പക്ഷേ അതേ ചാർജ് കൊണ്ട് അര മോൾ കോപ്പറെ, അതായത് 31.5 ഗ്രാമേ കിട്ടൂ. ഫാരഡെയുടെ രണ്ടാം നിയമത്തിന്റെ കൃത്യമായ നിർവചനം ഇതാണ്. Faraday's second law: the amounts of different substances liberated by the same quantity of electricity are proportional to their chemical equivalent weights. ഇക്വിവലന്റ് വെയ്റ്റ് എന്നാൽ ആ മെറ്റലിന്റെ ആറ്റോമിക് മാസിനെ ഒരു അയോൺ ആകാൻ വേണ്ട ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്. ഉദാഹരണത്തിന് കോപ്പറിന് 63നെ 2 കൊണ്ട് ഹരിച്ചാൽ 31.5. ഒരു ഉദാഹരണം പതുക്കെ ചെയ്യാം. ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ 1.5 ആംബിയർ കറണ്ട് 10 മിനിറ്റ് കടത്തിവിടുന്നു. എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ആകുമെന്ന് കണ്ടെത്താം. ആദ്യം ചാർജ് കാണാം. 10 മിനിറ്റ് എന്നാൽ 600 സെക്കൻഡ്. ചാർജ് സമം കറണ്ട് ഗുണം ടൈം, അതായത് 1.5 ഗുണം 600 സമം 900 കൂളോം. കോപ്പർ 2+ അയോണും 2 ഇലക്ട്രോണും ചേർന്ന് ഒരു കോപ്പർ ആറ്റം ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് ഒരു മോൾ കോപ്പർ, അതായത് 63 ഗ്രാം, കിട്ടാൻ 2 ഫാരഡെ വേണം. 2 ഗുണം 96487 കൂളോം. ഇപ്പോൾ ഒരു ലളിതമായ അനുപാതം. 2 ഫാരഡെ കൊണ്ട് 63 ഗ്രാം കിട്ടുമെങ്കിൽ 900 കൂളോം കൊണ്ട് എത്ര കിട്ടും? മാസ് സമം 63 ഗുണം 900. അതിനെ 2 ഗുണം 96487 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 0.2938 ഗ്രാം കോപ്പർ. അടുത്ത ചോദ്യം. 0.5 ആംബിയർ കറണ്ട് 2 മണിക്കൂർ ഒഴുകിയാൽ എത്ര ഇലക്ട്രോൺ കടന്നുപോകുമെന്ന് നോക്കാം. 2 മണിക്കൂർ എന്നാൽ 7200 സെക്കൻഡ്. ചാർജ് സമം 0.5 ഗുണം 7200, അതായത് 3600 കൂളോം. ഇതിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഹരിച്ചാൽ ഏകദേശം 2.25 ഗുണം 10ന്റെ 22 പവർ ഇലക്ട്രോൺ. അവസാന ചോദ്യം.
ഡൈക്രോമേറ്റ് അയോണും 14 ഹൈഡ്രജൻ പ്ലസും 6 ഇലക്ട്രോണും ചേർന്ന് 2 ക്രോമിയം 3+ ആകുന്നു. അതായത് ഒരു മോൾ ഡൈക്രോമേറ്റ് കുറയ്ക്കാൻ 6 മോൾ ഇലക്ട്രോൺ, അതായത് 6 ഫാരഡെ വേണം. ഗുണം 96487, ഏകദേശം 5.79 ഗുണം 10ന്റെ 5-ാം പവർ കൂളോം. ഒന്ന് ഓർത്തു നോക്കാം. ഇലക്ട്രോലിസിസിൽ കിട്ടുന്ന അളവ് കടത്തിവിട്ട ഇലക്ട്രിസിറ്റിക്ക് ആനുപാതികമാണ്. ഇതാണ് ഫാരഡെയുടെ ഒന്നാം നിയമം. ചാർജ് സമം കറന്റ് ഗുണം ടൈം. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 1 ഫാരഡെ, അതായത് ഏകദേശം 96500 കൂളോം. ഓരോ അയോണിനും വേണ്ട ഇലക്ട്രോണിന്റെ എണ്ണം എത്ര ഫാരഡെ വേണമെന്ന് പറയുന്നു. ഒരേ ഇലക്ട്രിസിറ്റി കൊണ്ട് കിട്ടുന്ന അളവുകൾ ഇക്വിവലന്റ് വെയ്റ്റിന് ആനുപാതികമാണ്. ഇതാണ് രണ്ടാം നിയമം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.